ഓശാന തിരുനാളിനോടനുബന്ധിച്ച് തൃശൂർ ലത്തീൻ പള്ളിയിൽ സംഘടിപ്പിച്ച ശുശ്രൂഷ ചടങ്ങിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സത്യത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു അവസ്ഥ, ഈ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ വേഷം കെട്ടണം. മതസൗഹാർദ്ദമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. കുറച്ച് ആളുകൾക്ക് മുമ്പ് വിജയായിരുന്നു, അങ്ങേര് പോയിരുന്നിട്ട് നിസ്കരിക്കും. അക്രമം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, വോട്ട് പിടിക്കാൻ വേണ്ടി എന്ത് തെണ്ടിത്തരം കാണിക്കാം. എന്നാൽ പിന്നെ ഈ വോട്ട് പിടിക്കാൻ വേണ്ടി വൃത്തിയായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചൂടെ? അതായത് കുറച്ച് മത സൗഹാർദ്ദമൊക്കെ കാണിച്ചൂടെ ഈ അഭിനയത്തിന് പകരം? ഇപ്പൊ കുരുത്തോലയും പിടിച്ച് ഓലബേബി ഉണ്ടാക്കി നടക്കാൻ ഒരാൾ, ഇയാളോടത്തേക്ക് എന്ത് പറയാനാണ്? ഇതൊക്കെ കണ്ടാൽ തന്നെ കോമഡി ആണെന്നുള്ളത് പുള്ളിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് ഏതൊരു മനുഷ്യനും കണ്ടാൽ മനസ്സിലാവും. എന്നിട്ടും ഇവർ പിന്നെയും ചെയ്യും. ഒരു പിടിയും കിട്ടുന്നില്ല. അതും കേരളത്തിൽ, ഈ ജനതയുടെ അടുത്ത്. കേരളത്തിൽ അത്യാവശ്യം വെളിവുള്ള ആൾക്കാരാന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. വെളിവല്ല, സൂപ്പർ വെളിവാണ് കേരളത്തിലുള്ളവർക്കുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ കേരളത്തിലുള്ളവരുടെ തലയിലേക്ക് പുഴുങ്ങി കയറ്റി വെച്ചാൽ പിന്നെ അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല. അവർക്കൊരു മാറ്റം വരണമെങ്കിൽ കുറേ കാലം പിടിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മുടെ കോൺഗ്രസ് നന്നാവാത്തത്, നമ്മുടെ നാട്ടുകാർ തന്നെ നന്നാവാത്തത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ട് ജബൽപൂരിനെ പറ്റി ചോദിച്ചപ്പോൾ നിങ്ങൾ ആരാ എന്ന് ചോദിച്ചത് കളിയാക്കിക്കൊണ്ട് ടിനി ടോം ഒരു വീഡിയോ ഇട്ടു. അതുകൊണ്ട് പുള്ളിയുടെ ഒരു മിമിക്രി കുറെ കാലത്തിന് ശേഷം ഹിറ്റായി. അപ്പോൾ ആകെ ഒരു ഗുണം കിട്ടിയത് ടിനി ടോമിനാണ്. അല്ലാതെ ഈ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരു വോട്ട് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ അബദ്ധത്തിലൊക്കെ ആൾക്കാർ ജയിപ്പിച്ചു വിട്ടു. കാരണം അതിനുശേഷം പുള്ളി പറയുന്നതെല്ലാം നല്ല നല്ല വെണ്ടാളിത്തരം എന്നൊക്കെ പറയും. വിഷുവാണ്.